താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവണം. സാധ്യമാക്കുക എന്നുള്ളതാണ് BJPയുടെ മുന്നേറ്റത്തിൻ്റെ ആദ്യ ഘട്ടം. ഈ തിരഞ്ഞെടുപ്പോടുകൂടി BJP ശക്തമായൊരു മുന്നണിയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ UDF ജയിച്ചു, ശരിയാണ്, ടെക്നിക്കലി കറക്റ്റാണ്. പക്ഷേ UDF ജയിച്ചത് UDFൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല. ഇനി എന്താണ് BJPയുടെ ഭാവി പദ്ധതികൾ? നിശ്ചിതമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഉയർത്തിയ മുദ്രാവാക്യം, ഞാൻ കേരളത്തിൽ വന്നിരിക്കുന്നത് BJPയെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ചിട്ടല്ല, എൻ്റെ ലക്ഷ്യം വികസിത കേരളമാണ് എന്നുള്ളൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ ഏറ്റവും ക്യാച്ചിങ് മുദ്രാവാക്യം എന്തായിരുന്നു? മാറാത്തതിന് മാറും. അത് കൊച്ചു കുട്ടികൾ പോലും അത് ഏറ്റുപിടിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. 6 മണ്ഡലങ്ങളിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് BJP. CPM ഭരിക്കുന്നത് ഒരു കോർപ്പറേഷനാണ്, BJP ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. 2 പേർക്കും ഓരോ MP-മാരാണുള്ളത്. ആ രീതിയിലേക്ക് BJPക്ക് എത്താൻ സാധിക്കും. മിക്ക മണ്ഡലങ്ങളിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. 84-ൽ 2% വോട്ട് കിട്ടിയിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഇന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഇതനുസരിച്ചാണ് 20% വരെ വോട്ട് കിട്ടുന്ന പാർട്ടിയായിട്ട്. ഒന്നുകിൽ ഇപ്പോൾ ജയിക്കണം, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും അവിടെ നിന്ന് ജയിക്കണം. ഈ 2 ക്രൈറ്റീരിയ ആയിരുന്നു ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പ്രധാനം. ഇനി 2029-ൽ ഞങ്ങൾക്ക് കേരളത്തിലെ ഭൂരിപക്ഷം MP-മാരെ ജയിപ്പിക്കണം. അത് കഴിഞ്ഞാൽ അതിനോടൊപ്പമോ അതിനുശേഷമോ നടക്കുന്ന അസംബ്ലിയോടുകൂടി കേരളത്തിൻ്റെ ഭരണം BJPക്ക് പിടിക്കണം. നമസ്തേ. BJPക്ക് 3 MLA-മാരെ സമ്മാനിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഒരുപാട് വർഷത്തെ ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ വിജയം. ഈ വിജയത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ച നേതാക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വം BJPയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. BJP കേരളത്തിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലത്തെ ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെ ഫലം നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടു എന്നുള്ളത് കൂടിയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിജയത്തെ? ഇത് BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ്. ശരിയാണ്, ഇതിനപ്പുറത്തേക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന പാർട്ടിയാണ് BJP. പക്ഷേ ഈ റിസൾട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും അഭിമാനകരമായിട്ടുള്ള, ഏറ്റവും സന്തോഷം നൽകുന്ന, പ്രതീക്ഷാനിർഭരമായ ഒരു റിസൾട്ടാണ്. ഈ റിസൾട്ടിനെ 2 രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച, ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശം മനസ്സിൽ സൂക്ഷിച്ച, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവശവങ്ങളായ, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വപ്നം കണ്ട് സ്വജീവിതം കഴിച്ചുകൂട്ടിയ നിരവധി ആൾക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരൊന്നും നമുക്ക് ഓർക്കാൻ സാധിക്കില്ല. ഓർക്കാൻ സാധിക്കുന്ന പേരുകൾ കുറച്ചുണ്ടാവാം, പക്ഷേ അതിലെത്രയോ ഇരട്ടി ഓർക്കാൻ സാധിക്കാത്ത പേരുകളാണ്. അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഈ പാർട്ടി അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അധികാരം പിടിക്കലാണ്. അതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഒരു രാഷ്ട്രീയ പാർട്ടി കാണാൻ പാടില്ല. അതുകൊണ്ട് അധികാരം കിട്ടാൻ BJP സജ്ജമായി കഴിഞ്ഞു, അധികാരം പിടിച്ചു തുടങ്ങി. ആ അധികാരം പിടിച്ചതിൻ്റെ വലിയൊരു പ്രഖ്യാപനമായിരുന്നു 4-ാം തീയതി നടന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറേ വാക്കുകൾ ഒരുമിച്ച് അവതരിപ്പിച്ചത്. പ്രതീക്ഷാനിർഭരമാണ്, സന്തോഷമാണ്, അഭിമാനമാണ്. അത് സാധാരണ പ്രവർത്തകരുടെ ഒരു വികാരമാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ സാധാരണ പ്രവർത്തനം നടത്തി വന്ന പ്രവർത്തകരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ വികാരം എപ്പോഴും, നേതാക്കന്മാരായിരിക്കുന്ന ഞങ്ങളുടെ വികാരം എപ്പോഴും സാധാരണ പ്രവർത്തകരുടെ വികാരം. ആ വികാരം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. ഇപ്പം നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പോടുകൂടി BJP ശക്തമായൊരു മുന്നണിയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞു. ഇനി എന്താണ് BJPയുടെ ഭാവി പദ്ധതികൾ? ഞങ്ങൾ ഇന്നലെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 3 MLA-മാർക്ക് ഒരു സ്വീകരണം ഇവിടെ മാരാർജി ഭവനിൽ നൽകിയിരുന്നു. ആ സ്വീകരണത്തിൽ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ 3 MLA-മാർ 30 MLA-മാർക്ക് തുല്യരായിരിക്കും. ഞങ്ങൾ ഈ കേരളത്തിലെ ഒരു ക്രിയേറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുന്നണിയായിരിക്കും. അസംബ്ലിക്കുള്ളിൽ ഞങ്ങളുടെ ശക്തി എത്രയോ മടങ്ങ്
വലുപ്പത്തിൽ പ്രതിഫലിക്കും. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഒന്ന് നോക്കുക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇടതിനും വലതിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരുപാട് അംഗീകാരവും അധികാരവും ഉള്ള പാർട്ടിയാണ് BJP കേരളത്തിൽ. ഞങ്ങൾക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ അതില്ല, ഇനി സ്വപ്നം കാണാനും പറ്റില്ല. ഞങ്ങൾക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, അതുകൂടാതെ 2 MP-മാരുണ്ട്. അങ്ങനെ MP-മാരെന്ന നിലയിൽ 4 പേര് കേരളത്തിൽ നിന്നുണ്ട്. അതുകൂടാതെ 3 MLA-മാരുണ്ട്, ഒരു മേയറുണ്ട്, അതോടൊപ്പം 2 മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട്, 1000-ൽ പരം ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇടതിനും വലതിനും അപ്പുറത്ത് അധികാര സ്ഥാനങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള അധികാര സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള ഒരു പാർട്ടി ഇന്ന് BJPയാണ്. അപ്പോൾ അത് നമ്മൾ കാണണം. കാരണം ഇനി നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരുണ്ട്. ആ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ 2 മന്ത്രിമാരുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഇനി ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ, ഇനി വലതുപക്ഷം അധികാരത്തിൽ വന്നാലും വലതുപക്ഷത്തിനോ ചെയ്യാൻ സാധിക്കുന്നതിന് അപ്പുറം വലിയ വലിയ കാര്യങ്ങൾ കേരളത്തിനായി ചെയ്യാൻ സാധിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് BJPയാണ്. ആ BJPയുടെ പ്രാതിനിധ്യം അസംബ്ലിക്കുള്ളിൽ വരുമ്പോൾ കേരളത്തിൻ്റെ ഭരണനിർവഹണത്തിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അസംബ്ലിയിൽ ഏറ്റവും കരുത്തുറ്റ BJPയുടെ ശബ്ദം അതുണ്ടാകും, അതിൽ BJPയുടെ പ്രാതിനിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് ഭാവിയിൽ കാണുന്ന, അല്ലെങ്കിൽ വർത്തമാനവും ഭാവിയും ഒരുമിച്ച് നോക്കുന്ന സമയത്ത് കാണുന്ന ഏറ്റവും നല്ല പ്രതീക്ഷകൾ. ഇപ്പോൾ നമ്മൾ 3 MLA-മാരെ നിയമസഭയിലേക്ക് വിടുകയാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 2 പേര് മുൻ കേന്ദ്രമന്ത്രിമാരാണ്, നല്ല പാർലമെൻറ്റേറിയൻ ആയിട്ടുള്ള 2 മനുഷ്യരാണ്. അപ്പോൾ അത്രത്തോളം അനുഭവ സമ്പത്തുള്ളവരെയാണ് നമ്മൾ വിടുന്നത്. ഒപ്പം തന്നെ BB ഗോപകുമാർ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം സാധാരണക്കാരിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിത്വമാണ്, അത്രത്തോളം ജനപ്രിയനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 പേരാണെങ്കിലും 30 പേരുടെ ശക്തിയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. അത് എന്ത് മാറ്റമായിരിക്കും കേരളത്തിൽ കൊണ്ടുവരിക? കാരണം ദേശീയതയുടെ ശബ്ദം കേൾക്കാത്ത നിയമസഭയാണ്, ഇനി അത് കേൾക്കാൻ പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ കേരളത്തിൽ BJPയുടെ ഒരു പ്രതിനിധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് BJPക്കാർ മാത്രമല്ല, ഈ കേരളം മുഴുവൻ ആഗ്രഹിക്കുകയാണ്. കാരണം പലപ്പോഴും കേരളത്തിൻ്റെ ശബ്ദം കട്ടിംഗ് സൗത്തിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ സനാതന വിരുദ്ധരുടെ ശബ്ദമോ രാജ്യദ്രോഹികളുടെ ശബ്ദമോ ഭീകരവാദികളുടെ ശബ്ദമോ ഒക്കെ ആയിട്ട് പോകുന്ന ദയനീയമായ സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ അസംബ്ലിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അത് കേരളത്തിന് ബാധകമല്ല എന്നുള്ള ആക്രോശങ്ങൾ ഇടത് വലത് ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കേരള അസംബ്ലിയിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. ഗവർണർമാർക്ക് പോലും രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ കേരളത്തിൻ്റെ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്ത ഗുരുതരമായിട്ടുള്ള ജനാധിപത്യത്തിനും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും എതിരായിട്ടുള്ള സമീപനങ്ങൾ ഉയർന്നിട്ടുള്ള അസംബ്ലിയാണ് കേരളത്തിൻ്റെ അസംബ്ലി. കൊലക്കേസിലും ഭീകരവാദ കേസിലും പ്രതിയായിട്ടുള്ള ആൾക്കാരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന വിഡ്ഢിച്ചിന്തകൾ പ്രമേയമായിട്ട് രൂപാന്തരപ്പെട്ട അസംബ്ലിയാണ് കേരളത്തിൻ്റെ അസംബ്ലി. അപ്പോൾ അതുകൊണ്ട് ഈ അസംബ്ലിയിൽ നിന്ന് ദേശീയതയുടെ ശബ്ദം, രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ശബ്ദം, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ശബ്ദം അത് BJPയിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ എന്ന് പ്രതീക്ഷിക്കുന്ന സാധാരണ കേരളീയൻ, ആ കേരളീയൻ ഈ 3 BJP MLA-മാരുടെ രംഗപ്രവേശം വളരെ പ്രതീക്ഷയോടും വളരെ ആശ്വാസത്തോടും കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് കേവലം BJPക്കാരുടെ മാത്രം സ്വപ്നത്തിൻ്റെ സാഫല്യമല്ല, ഇത് കേരളത്തിൽ ദേശീയബോധമുള്ള, കേരളം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയുടെയും സ്വപ്നത്തിൻ്റെ സാഫല്യം കൂടിയാണ് BJPയുടെ 3 MLA-മാരുടെ കടന്നുവരവ് എന്നുള്ളത് ഒരു പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ്, 70 വർഷമായിട്ട് കേരളം സമ്പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞ ഒരു സംവിധാനമാണ്. ഏതൊരുവിധ ദീർഘവീക്ഷണവുമില്ലാത്ത, കാഴ്ചപ്പാടില്ലാത്ത, അതോടൊപ്പം തന്നെ വികസിപ്പിക്കണമെന്നുള്ള മനോഭാവമില്ലാത്ത സ്വാർത്ഥന്മാരും വർഗീയവാദികളും സ്വന്തം പിന്തിരിപ്പൻ സമീപനങ്ങളും ആദർശങ്ങളും വച്ച് പുലർത്തുന്നവരുമായിട്ടുള്ള
കോൺഗ്രസ്സുകാരുടെയും അവരോടൊപ്പം നിൽക്കുന്ന പ്രാദേശിക സങ്കുചിതവാദികളായിട്ടുള്ള കുറേ ഘടകകക്ഷികളുടെയും ഒക്കെ താല്പര്യം വെച്ച് കേരളം ഒരു രംഗത്തെന്നല്ലാതെ എല്ലാ രംഗത്തും തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിന് ഇനിയൊരു ഉയർച്ചയുണ്ടാകണം. ഒരു വികസിത കേരളം എന്നുള്ള സ്വപ്നമാണ് BJP മുന്നോട്ട് വെച്ചത്. ആ വികസിത കേരളം എന്നുള്ള സ്വപ്നം മുന്നോട്ട് വെച്ചത് വികസിത ഭാരതം സൃഷ്ടിക്കുന്ന നരേന്ദ്രമോദിയുടെ ആ പരിശ്രമത്തിൻ്റെ തുടർച്ചയാണ്. അതാണ് കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ വന്നത് എൻ്റെ ലക്ഷ്യം വികസിത കേരളമാണ് എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം ശ്രീ നരേന്ദ്രമോദിജിയുടെയും അമിത്ഷാജി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെയും നിശ്ചിതമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഉയർത്തിയ മുദ്രാവാക്യം ഞാൻ കേരളത്തിൽ വന്നിരിക്കുന്നത് BJPയെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വച്ചിട്ടല്ല, എൻ്റെ ലക്ഷ്യം വികസിത കേരളമാണ് എന്നുള്ളൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിജിയുടെ സ്വപ്നത്തിനോട് അനുഗുണമായിട്ടുള്ള കേരളത്തിൻ്റെ ചിന്തയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ തുടങ്ങി. ഇന്ന് വികസിത കേരളം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനതയുടെയും സ്വപ്നമായിട്ട് മാറി. ആ ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ച അത് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പാക്കിയ വികസനത്തിൻ്റെ ആ സന്ദേശം അതിൻ്റെ പുറകിൽ അണിനിരക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിൻ്റെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പുറകിൽ നിൽക്കേണ്ടി വന്നു വികസനത്തിൻ്റെ കാര്യത്തിൽ. VD സതീശന് അതിനും പുറകിൽ നിൽക്കേണ്ടി വന്നു വികസനത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ക്യാമ്പയിന് നേതൃത്വം നൽകിയത് BJP ആയിരുന്നു. BJP നേതൃത്വം നൽകുകയും മറ്റുള്ളവർ BJPയുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു വികസിത കേരളം എന്നുള്ള സങ്കല്പം വെച്ചുള്ള BJPയുടെ ക്യാമ്പയിൻ. തീർച്ചയായിട്ടും. അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും ക്യാച്ചിങ് മുദ്രാവാക്യം എന്തായിരുന്നു? മാറാത്തതിന് മാറും. അത് കൊച്ചു കുട്ടികൾ പോലും 3 വയസ്സുകാരായിട്ടുള്ള കുട്ടികൾ പോലും ഇന്ന് കേരളത്തിൽ മാറാത്തതിന് മാറും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന, അത് ഏറ്റുപിടിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചു. അത് ഈ കേരളത്തിൽ ഇടതിനെയും വലതിനെയും മടുത്ത ജനതയുടെ ഉള്ളിൽ കിടന്ന ഒരു സ്വപ്നമാണ് മാറാത്തതിന് മാറുമെന്നുള്ള BJPയുടെ മുദ്രാവാക്യത്തിലൂടെ പ്രതിഫലിച്ചത്. അത് മാറി തുടങ്ങി എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും അത് മാറി തുടങ്ങി. ഇവിടെ ഇപ്പോൾ UDF ജയിച്ചു, ശരിയാണ്, ടെക്നിക്കലി കറക്റ്റാണ്. പക്ഷേ UDF ജയിച്ചത് UDFൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല. UDFിൽ നിന്ന് 35 വർഷത്തിലേറെ കേരളം ഭരിച്ച UDFിൽ നിന്ന് പുതുതായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേരളം. ഇതൊരു ബൈ ഡിഫോൾട്ട് UDF അധികാരത്തിൽ വന്നു. അത് LDF അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന വന്നു കേരളത്തിൻ്റെ ഇന്നേ വരെ സമ്പൂർണ്ണമായിട്ട് UDFൻ്റെ അധീശത്വത്തിലേക്ക് പോവുക അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് LDFൻ്റെ അധീശത്വത്തിലേക്ക് പോകുന്ന ഒരു കേരളമായിരുന്നു ഇന്നലകൾ വരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് BJPയിലേക്കും പ്രതീക്ഷ വെച്ച് തുടങ്ങിയിരിക്കുന്നു കേരളം എന്നുള്ളതാണ് 3 MLAമാരെ തന്നതിലൂടെ കിട്ടിയിരിക്കുന്നത്. ഇത്രയും വലിയ കമ്മ്യൂണിസ്റ്റ് CPM എന്ന് പറയുന്ന പാർട്ടിയെ നശിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള തീവ്രമായിട്ടുള്ള ചിന്ത CPMകാർക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അങ്ങനെ CPMനെയും ഇടതുപക്ഷത്തെയും നശിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയതിൻ്റെ ഒരു അന്തരീക്ഷം, ഒരു വേവ്, അത് ഇത്രയും ശക്തമായിട്ട് ഉണ്ടായിട്ടും 3 MLAമാരെ ജയിപ്പിക്കാൻ സാധിച്ചത് അത് കേരളത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിട്ടാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും ശക്തമായിട്ട് കാറ്റ്, ഇടതുപക്ഷ വിരുദ്ധ കാറ്റ് വീശുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളും കൂടെ ഒലിച്ചു പോകേണ്ടതായിരുന്നു. അത് ഒലിച്ചു പോയിട്ടില്ല. പക്ഷേ ഇത്രയും ശക്തമല്ലായിരുന്നുവെങ്കിൽ കുറേ കൂടെ MLAമാർ BJPക്ക് കിട്ടുമായിരുന്നു എന്നാണ് പ്രതീക്ഷ. കാരണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനം കേരളത്തിലെ BJPയുടെ പ്രവർത്തകർ ഏറ്റെടുത്തിരുന്നു. അതുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അതുണ്ടായിട്ടില്ല. പക്ഷേ നിരാശയില്ല. കാരണം കേരളത്തിൽ BJPയെ സ്നേഹിക്കുന്നവർക്ക് ആത്മവിശ്വാസം നൽകാൻ, ഇനിയും നേട്ടങ്ങൾ ആർജിക്കാൻ പറ്റുന്ന കരുത്തു പകരാൻ ഈ 3 MLAമാരുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം 3 MLAമാരുണ്ട്. ഒപ്പം തന്നെ 6 മണ്ഡലങ്ങളിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് BJP. മിക്ക മണ്ഡലങ്ങളിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ വലിയ എന്താ പറയുക വലിയൊരു മാറ്റത്തിനുള്ള തുടക്കമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത് എന്നതോടുകൂടിയല്ലേ. അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇതെല്ലാം നമുക്കറിയാം കേരളം ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് BJP എത്തും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ് എന്ന് ചിന്തിക്കണം. 84-ൽ 2% വോട്ട് കിട്ടിയിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഇന്ന് 20% വോട്ട് 2024-ൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഇതനുസരിച്ചാണെങ്കിൽ 20% വരെ വോട്ട് കിട്ടുന്ന പാർട്ടിയായിട്ട് മാറി. കേരളത്തിൽ നരേന്ദ്രമോദി ഫാൻ എന്ന് പറയുന്നത് കേരളത്തിൽ 50%-ഓളം വരുന്ന ജനത നരേന്ദ്രമോദിയെ ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കപ്പെടണമെന്ന് സ്വപ്നം കാണുന്നവരുമാണെന്നാണ് ഒരു പഠനത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആൾക്കാർ ഇനിയും BJPയോടൊപ്പം ചേരാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. BJP ഇപ്പോൾ പേഴ്സൻറ്റേജ് നോക്കുകയും വോട്ട് എണ്ണി നോക്കുകയും ചെയ്യുന്ന 2024 വരെയുള്ള 2024 വരെ ഞങ്ങൾ വോട്ടെണ്ണി പേഴ്സൻറ്റേജ് നോക്കി. ആ പേഴ്സൻറ്റേജ് നോക്കുന്നിടയിൽ 2024 ഒരു MPയെയും ജയിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ 2024 വോട്ടിംഗ് പേഴ്സൻറ്റേജും വർദ്ധിച്ചു, നമുക്കൊരു MPയെയും കിട്ടി. 2025 ആയപ്പോൾ ഞങ്ങൾ കേരളത്തിൽ 21,000-ഓളം വരുന്ന ആൾക്കാരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി. BJPയുടെ അടിസ്ഥാനം ശക്തിപ്പെടുത്താനും വിസ്തൃതമാക്കാനും വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തി. അതോടൊപ്പം തന്നെ BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തി. ആ പരിശ്രമത്തിൽ നമ്മൾ ഗംഭീര വിജയം നേടി. തിരുവനന്തപുരം നഗരസഭ ഇന്ന് കേരളത്തിൽ CPM-ഉം ഭരിക്കുന്നത് ഒരു കോർപ്പറേഷനാണ്, BJPയും ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ കോർപ്പറേഷനാണ് ഉള്ളത്, 2 പേർക്കും ഓരോ MPമാരാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് BJPക്ക് എത്താൻ സാധിച്ചു. 2 മുനിസിപ്പാലിറ്റി BJPയുടെ ചെയർമാൻമാരുള്ള മുനിസിപ്പാലിറ്റി, നിരവധി പഞ്ചായത്തുകൾ BJPയുടെ പ്രസിഡന്റുമാരുള്ള പഞ്ചായത്തുകൾ. ഈ രീതിയിൽ BJPക്ക് അധികാരം നൽകാൻ കേരളം തയ്യാറാണ് എന്ന് രണ്ടാമത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാപിച്ചെടുത്തു. അത് കഴിഞ്ഞ് 2026 തെരഞ്ഞെടുപ്പിൽ BJPയുടെ ലക്ഷ്യം നിരവധി MLAമാർ താമര ചിഹ്നത്തിൽ ജയിക്കണം എന്നതായിരുന്നു. ആ സ്വപ്നവും കേരളം സാക്ഷാത്കരിച്ചു തന്നു. ഇത് ഇവിടെ തീരുന്നതല്ല ഈ പോക്ക്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത കേരളം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള 1-ാം ഘട്ടം പൂർത്തിയാവണമെങ്കിൽ താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവണം. അത് അനധിവിദൂര ഭാവിയിൽ സാധ്യമാക്കുക എന്നുള്ളതാണ് BJPയുടെ മുന്നേറ്റത്തിൻ്റെ ആദ്യ ഘട്ടം. അത് സാധ്യമാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ആ യാത്ര തുടങ്ങി. ഓരോ ഘട്ടം പിന്നിട്ടു. ഇപ്പോൾ 3 MLAമാരായി. ഇനി 2029 ഞങ്ങൾക്ക് കേരളത്തിലെ ഭൂരിപക്ഷം MPമാരെ ജയിപ്പിക്കണം. അത് കഴിഞ്ഞാൽ അതിനോടൊപ്പമോ അതിനുശേഷമോ നടക്കുന്ന അസംബ്ലിയോടുകൂടി കേരളത്തിൻ്റെ ഭരണം BJPക്ക് പിടിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, ആ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക കമ്പാർട്ട്മെൻറ്റായിട്ടല്ല BJP തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഓരോ തെരഞ്ഞെടുപ്പും അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ടും അതൊരു തുടർച്ചയായിട്ടും കാണാൻ BJP ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ വളരെ പ്രൊഫഷണലായിട്ട് രാഷ്ട്രീയത്തെ കാണുകയും അതിനുവേണ്ടിയുള്ള നരേറ്റീവ്, ജനങ്ങളുടെ ഹൃദയമെടുപ്പ് മനസ്സിലാക്കുന്ന വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്കായിട്ട് കൊടുക്കുകയും അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രതിഫലനം BJPക്ക് അധികാരമായിട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ആ പ്രക്രിയയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാനുൾപ്പെടെയുള്ള കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ, കാരണം കേന്ദ്രം ഇത്തരത്തിലുള്ള BJPയുടെ ദേശീയ നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് 20-ലേറെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും 3 പ്രാവശ്യം തുടർച്ചയായിട്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ സാധിച്ചതുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിനോടൊപ്പം അതുമായിട്ട് സിങ്കർണൈസ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതലക്കാരനായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എന്നോടൊപ്പം പ്രവർത്തിച്ച 10,000-കണക്കിന് വരുന്ന പ്രവർത്തകർക്ക് ഇന്നുള്ള സാറ്റിസ്ഫാക്ഷൻ അതാണ്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
അതുകൊണ്ട് ഇത് മുന്നോട്ട് തന്നെ പോകും. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞു, നരേറ്റീവ് BJP സെറ്റ് ചെയ്തു. BJP ക്യാമ്പയിൻ സെൻട്രൽ പോയിൻ്റ് BJP ആയിരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി നിർണയവും ഭിന്നബിലിറ്റി മാത്രവും ആയിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒന്നാമത്തെ ക്രൈറ്റീരിയ. ഭിന്നബിലിറ്റി ആയിരുന്നു. ഒന്നുകിൽ ഇപ്പോൾ ജയിക്കണം, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും അവിടെ നിന്ന് ജയിക്കണം. ഈ 2 ക്രൈറ്റീരിയ ആയിരുന്നു ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനം. അതുകൊണ്ട് പല സ്ഥലത്തും മാധ്യമങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത് പ്രകാരം ഒരു 50ഓളം സ്ഥലങ്ങളിൽ BJP ത്രികോണ മത്സരം, അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം സൃഷ്ടിച്ചു. മുമ്പൊക്കെ നേമം മഞ്ചേശ്വരം എന്നായിരുന്നു ചർച്ച ചെയ്തത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ കേരളത്തിൽ BJP എത്ര എണ്ണം ജയിക്കും, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ എന്നാരും ചോദിച്ചില്ല. എത്ര MLA ജയിക്കും എന്ന് കേരളം ചർച്ച ചെയ്തു. അതേപടി തന്നെ നിരവധി 6 സ്ഥാനങ്ങളിൽ നമ്മൾ 2ാം സ്ഥാനത്ത് വന്നു, 3 വിജയിച്ചു. തുച്ഛമായ വോട്ടുകൾക്ക് 3ാം സ്ഥാനത്തായ വേറെയും നിരവധി മണ്ഡലങ്ങളുണ്ട്. 40,000-ലേറെ വോട്ട് കിട്ടിയ മണ്ഡലങ്ങൾ നിരവധിയുണ്ട്. 30,000-ന് മുകളിൽ വന്ന മണ്ഡലങ്ങൾ. ആ രീതിയിൽ BJP എല്ലാ സ്ഥലത്തും ഒരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നിർത്തിക്കൊണ്ട് കേരളത്തിൽ, ദക്ഷിണ കേരളത്തിൽ, മധ്യ കേരളത്തിൽ, ഉത്തര കേരളത്തിൽ, മലയോര മേഖലയിൽ, കാർഷിക മേഖലയിൽ ഒക്കെ പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കും, പാർട്ടിക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ സാധിച്ചു. ഇതിൽ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഈ സാധാരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്ഥാനാർത്ഥി മോഹികൾ വരാറുണ്ട്. അതൊരു തെറ്റൊന്നുമല്ല. കാരണം BJPയുടെ കാഴ്ചപ്പാട് പ്രകാരം പാർലമെൻ്ററി ആഗ്രഹങ്ങൾ പ്രവർത്തകർക്കുണ്ടാവണം. അല്ലാതെ അവർ പാർലമെൻ്ററി ആഗ്രഹം ഇല്ലാത്തത് ഒരു കുറ്റമാണ്. പാർട്ടി പ്രവർത്തനത്തിനാണ് ഇറങ്ങുന്നതെങ്കിൽ അവർക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവണം, ഗ്രാമപഞ്ചായത്ത് മെമ്പറാവണം, MLA ആകണം, MP ആകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വേണം. ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പാർട്ടി ആ രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ പലപ്പോഴും വന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കാണണം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആളാണ്, അല്ലെങ്കിൽ എനിക്കവിടെ മുന്നേറാൻ സാധിക്കും, അതുകൊണ്ട് എനിക്ക് സ്ഥാനാർത്ഥിയാവണം എന്നൊക്കെ പറഞ്ഞ് പലരും സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ കാണാൻ വരും. ചില ആൾക്കാർ ജില്ലാ പ്രസിഡൻറ്റിനെ കാണാൻ വരും, ചില ആൾക്കാർ ഞങ്ങളെയൊക്കെ കാണാൻ വരും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ച് ആൾക്കാർ വന്ന സമയത്ത് ഞങ്ങളൊരു ക്രൈറ്റീരിയ വെച്ചു. സ്ഥാനാർത്ഥിയാകാനാണെങ്കിൽ നിങ്ങൾ ജില്ലാ പ്രസിഡൻറ്റിനെ കണ്ടാൽ മതി. ഇനി അല്ലെങ്കിൽ ജില്ലാ പ്രസിഡൻറ്റിനെ കിട്ടിയില്ലെങ്കിൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിമാരാരെങ്കിലും കണ്ടാലും മതി. പക്ഷേ നിങ്ങൾക്ക് MLA ആകാനാണ് ഇപ്പോൾ തന്നെ MLA ആകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ കാണണം. അതായത് അവരുടെ മനോഭാവം തന്നെ നമ്മൾ മാറ്റിപ്പിച്ചു. നിങ്ങൾ MLA ആകാനാണ് വരേണ്ടത്, സ്ഥാനാർത്ഥിയാകാനല്ല. സ്ഥാനാർത്ഥിയാകാനാണെങ്കിൽ നിങ്ങൾ ആരെ കണ്ടാലും മതി. നിങ്ങൾ MLA ആകാനുള്ള ഇച്ഛാശക്തിയോടുകൂടി, അതിനുള്ള ബില്ലോടുകൂടി, അതിനുള്ള വിഷോടുകൂടി നിങ്ങൾ വന്ന് നിങ്ങൾ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ കാണും. അപ്പോൾ പ്രവർത്തകരുടെ പാർലമെൻ്ററി ആറ്റിറ്റ്യൂഡ് മാറേണ്ടതുണ്ട്. അത് മാറ്റാൻ വേണ്ടി ഞങ്ങളെടുത്ത ഒരു രീതിയാണ്. MLA ആകാൻ വരുന്നവർ നേരെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ കാണാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. മത്സരിക്കാൻ വേണ്ടി മാത്രം വരുന്നവർ ഞങ്ങളൊക്കെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ആ ഒരു ചിന്താഗതി മാറുമ്പോൾ തന്നെ കുറച്ചും കൂടി പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് കൂടിയല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ, ഭാവാത്മകമായിട്ടുള്ള മത്സരം, ക്രിയേറ്റീവായിട്ടുള്ള ഒരു മത്സരം അത് വേണം. കാരണം BJP മത്സരിക്കുന്നത് കഴിഞ്ഞ 70 വർഷമായിട്ട് സർവ്വ അധികാരങ്ങളിലിരിക്കുന്ന കോൺഗ്രസുമായിട്ടാണ്. കഴിഞ്ഞ 70 വർഷമായിട്ട് സർവ്വാധികാരങ്ങളിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ മത്സരിക്കുന്ന ആരാ? ആദർശനിഷ്ഠരായി അതിനുവേണ്ടി അങ്ങേയറ്റത്തെ ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആ മനസ്സ് മാത്രമുള്ള ഞങ്ങളുടെ സാധാ കാര്യകർത്താക്കന്മാരാണ്. അപ്പോൾ ആ കാര്യകർത്താക്കന്മാരെ പാർലമെൻ്ററി രംഗത്തേക്ക് ആദ്യം അവർക്ക് അതിനോടൊന്ന് താല്പര്യം ഉണ്ടാക്കണം. ആ താല്പര്യം ഉണ്ടാക്കി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് മത്സരിക്കാൻ അവരെ പ്രാപ്തരാക്കണം. ആദ്യം താല്പര്യം ഉണ്ടായാലേ പ്രാപ്തരാക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം താല്പര്യം ഉണ്ടാക്കണം, പിന്നെ പ്രാപ്തരാക്കണം. അതിന് സംഘടനാ തലത്തിലുള്ള പിന്തുണ കൊടുക്കണം, അതിനു വേണ്ടിയുള്ള ക്യാമ്പയിന് വേണ്ടിയുള്ള മറ്റ് റിസോഴ്സ് കൊടുക്കണം. ഇതൊക്കെ കൊടുത്തിട്ട് ജയിക്കണം. അവൻ ആ രീതിയിലുള്ള ഒരു എന്താ പറയുക സുസ്ഥിരമായിട്ടുള്ള
ഒരു മോട്ടിവേഷനും അതിനു വേണ്ടിയുള്ള അവരെ അതിനുവേണ്ടി തയ്യാറാക്കിയെടുക്കുക എന്നുള്ളൊരു പ്രക്രിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഇത്രയും സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചു. അതിനെ തുടർന്ന് അസംബ്ലിയിലേക്ക് വന്നപ്പോൾ അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാൻ സാധിച്ചു. ഇനി വരുന്ന 1-2 തെരഞ്ഞെടുപ്പോടുകൂടി അത് ഒരു പക്ക പെർഫെക്റ്റ് ആക്കാൻ സാധിക്കും. അതോടുകൂടി കേരളം BJP ഭരിക്കാൻ പറ്റുന്ന സംസ്ഥാനമായിട്ട് മാറും. ഉറപ്പായിട്ടും.